വർഷത്തിൻ്റെ അടുത്താണ് ഈ മഹാസങ്കല്പം വിവരിക്കുന്നത്. അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത് ഏതാണ്ട് 200 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മൾ അതേ രീതിയിൽ വിവരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവൻ ആരംഭിച്ച ആർക്കിസോയിക് ഇറ എന്ന് പറയുന്നത് 200 കോടി വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് ആധുനിക ശാസ്ത്രം വിവരിക്കുന്നതും ഏതാണ്ട് അതിന് സമാന്തരമായി തന്നെ നമ്മളുടെ മഹായുഗം എന്ന സങ്കല്പത്തിൽ നിന്ന്, നമ്മുടെ മന്വന്തരം എന്ന സങ്കല്പത്തിൽ നിന്ന്, 4 യുഗങ്ങൾ എന്ന സങ്കല്പത്തിൽ നിന്ന് മഹാസങ്കല്പത്തിലൂടെ കടന്നു പോകുമ്പോൾ അതേ വർഷങ്ങളുടെ അളവ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ സനാതനധർമ്മം എപ്പോഴാണ് തുടങ്ങിയത്? ആർക്കിസോയിക് ഇറ മുതൽക്ക് എന്ന് പറയുന്നതിലും വലിയ തെറ്റില്ല. പിന്നെ അഭിമാനകരമായി പറയാവുന്ന ഒരു കാര്യം, ഈ നാടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്ഥാപിച്ചതല്ല. ഇവിടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഹിന്ദു മതം. പലരും ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഹിന്ദു എന്ന വാക്ക്, എന്താണ് ഹിന്ദു മതം എന്ന വാക്ക്, എന്തുകൊണ്ടാണ് ആ പേരുണ്ടായത്, അത് സനാതനധർമ്മവുമായി ബന്ധം എങ്ങനെ വരുന്നു എന്ന് ചോദിക്കാറുണ്ട് എന്ന് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ വിവരിക്കേണ്ടായി. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതന. അതായത് ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ലാത്തത്, അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത്, വായു കൊണ്ട് ശോഷിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത്, ജലത്തിൽ അലിയിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യമല്ലാത്തത്, നിത്യമായിട്ടും എല്ലാത്തിലും അചഞ്ചലമായിട്ട് സ്ഥിരമായിട്ട് വർത്തിക്കുന്നത് ഏതോ അതിനെയാണ് സനാതനം എന്ന വാക്കുകൊണ്ട് വിവരിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് വിവരിക്കുന്നുണ്ട്. അപ്പം സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവർ ലാസ്റ്റിംഗ് എന്ന അർത്ഥമാണുള്ളത്. ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആചാരപ്രഭവോ ധർമ്മ, ആചാരങ്ങളുടെ സമഗ്രമായ ഇൻ്റഗ്രേഷൻ ഏതാണ്, അതാണ് ധർമ്മം. ഇത് ഞാൻ ആചാരങ്ങൾ വിവരിക്കുമ്പോൾ സൂചിപ്പിക്കേണ്ടായി. അമ്മ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എല്ലാം കൂടി ചേർത്ത് എഴുതുകയാണെങ്കിൽ അമ്മയുടെ ധർമ്മമായി. അതിനെന്താ പറയുക? മാതൃധർമ്മം. അച്ഛൻ അനുഷ്ഠിക്കേണ്ട എല്ലാ ആചാരങ്ങളും എഴുതിയാൽ എന്തായിരിക്കും അത്? അതിന് പറയുന്ന പേര് പിതൃധർമ്മം. മകൻ പുത്രൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ സമഗ്രമായ ഗ്രന്ഥത്തെ പുത്രധർമ്മ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്നുമെന്നും നിലനിൽക്കുന്നതായ ചിന്താധാരകളുടെ, ആചാരങ്ങളുടെ, ദ വേ ഓഫ് ലൈഫ് എന്നതിന് പറയുക, ജീവിതചര്യകളുടെ ആകത്തുകയാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മം അനുഷ്ഠിച്ചിരുന്നവർ എവിടെയാണ് ജീവിച്ചിരുന്നത്? ആ പ്രദേശത്തിനൊരു പേരുണ്ട്. ആ പേരൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ. പത്മപുരാണത്തിൽ, വിഷ്ണു പുരാണത്തിൽ എല്ലാം വിവരിക്കുന്ന വരികളാണിത്. ഹിമാലയത്തിൽ നിന്നാരംഭിച്ച് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം, ഇന്ത്യൻ ഓഷ്യൻ വരെ നീണ്ടുകിടക്കുന്ന തം ദേവനിർമ്മിതം ദേശം, ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ, ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. സനാതനധർമ്മത്തിൻ്റെ അനുശാസകർ ജീവിച്ചിരുന്നത് ഈ പ്രദേശത്താണ്. ആ പ്രദേശത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാനം. ഇനി ആ സനാതനധർമ്മം അനുശാസിച്ചിരുന്നവർക്ക് എങ്ങനെയാണ് ഈ ഹിന്ദു എന്ന പേരുണ്ടായത്? അതൊരു മതത്തിൻ്റെ പേരല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ആ സിന്ധോ സിന്ധുപര്യന്തം യസ്യ ഭാരതഭൂമികാഹ മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സ വൈ ഹിന്ദുരിതി സ്മൃത. സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ഈ ഭൂമിയെ ആരാണോ മാതൃഭൂമിയായിട്ട്, പിതൃഭൂമിയായിട്ട്
പുണ്യഭൂമിയായിട്ട് കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുവിൻ്റെ ഡെഫനിഷൻ വളരെ ക്ലിയറാണ്, ഒരു സംശയവും അതിനകത്തില്ല. സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭാരതഭൂമിയെ നമ്മളുടെ പ്രതിജ്ഞാവരികളിൽ ഇന്ത്യ ഈസ് മൈ മദർലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആരാണെങ്കിലും മാതൃഭൂമി എന്ന സങ്കല്പം, പിതൃഭൂമി എന്ന സങ്കല്പം, പുണ്യഭൂമി എന്ന സങ്കല്പം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം ഹിന്ദുക്കൾ എന്ന വാക്കുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഇതിന് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് നാം വളരെ വ്യക്തമായിട്ട് അറിയണം. എന്തുകൊണ്ടാണ് മതവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത്? ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ 17 വരികളിൽ പറയുന്നുണ്ട്, ഇതി മേ മതഃ. ഹേ അർജുന, ഇത് എൻ്റെ അഭിപ്രായമാണ്. മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം, ഒപ്പീനിയൻ, വിഷൻ ആൻഡ് റിലീജിയൻ. റിലീജിയൻ എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ തായിട്ടുള്ള ഒപ്പീനിയൻ എന്ന അർത്ഥമാണുള്ളത്. ഹിന്ദു എന്ന ഒരു വ്യക്തി പറഞ്ഞതല്ല ഹിന്ദു മതത്തിലെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എങ്ങനെ അത് ഹിന്ദു മതമാവുക? നമ്മൾ പറയാൻ സാധിക്കുന്നത് ഈ രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഈ രാഷ്ട്രത്തിൻ്റെ ചിന്താധാരകളോട്, ഈ രാഷ്ട്രത്തോടുള്ള വീക്ഷണത്തോട് ഒരു പ്രത്യേകമായ കോമൺ ആയിട്ടുള്ള ചിന്താധാര വെച്ചു പുലർത്തുന്നവരെയാണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അതൊരു മതമല്ല, അത് സനാതനധർമ്മമാണ്. ലോകത്തിൽ ഈ ഒരു ധർമ്മത്തിൻ്റെ പ്രത്യേകത ഉള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ആര്യാവർത്തം എന്ന പേരുണ്ടായത്? ആര്യന്മാരിവിടേക്ക് കയറി വന്നു എന്ന് പറയുന്നത്, ഈ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിക്കുന്ന ഓരോ വ്യക്തിയും ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രം പോരാ, ബുദ്ധി ഉപയോഗിച്ച്, യുക്തി ഉപയോഗിച്ച്, ശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യണം. എന്നിട്ട് അതിനകത്ത് തെറ്റുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരസ്കരിക്കാൻ മടി കാണിക്കരുത്. അതിനകത്ത് ശരി അല്ലെങ്കിൽ ശരികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് സ്വീകരിക്കലാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്, ശാസ്ത്ര വീക്ഷണം എന്ന് പറയുന്നത്. ഭാരതീയർ പറഞ്ഞിട്ടുണ്ട്, താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷക്ഷാരജലം പിബതി. അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനോട് ബഹുമാനം കാണിക്കാൻ, അച്ഛൻ കുഴിച്ച കിണറിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണ്, അത് ഞാൻ കുടിക്കുകയാണെന്ന് പറഞ്ഞ് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരുടെ വീക്ഷണം തെറ്റാണെങ്കിൽ, ആര് ചെയ്ത പ്രവർത്തികൾ ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് തിരസ്കരിക്കാനുള്ള ആ സന്മനസ്, തിരസ്കരിക്കാനുള്ള ബുദ്ധിവൈഭവം, തിരസ്കരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അതുപോലെ ശരിയായിട്ടുള്ളത് സ്വീകരിക്കാനുമുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അപ്പോൾ ആര്യൻ ഇൻവേഷൻ എന്ന തിയറി പണ്ട് ഇംഗ്ലീഷുകാരുണ്ടാക്കിയതാണ്. എന്തിനാണ് അവരുണ്ടാക്കിയത്? അവർക്ക് കാര്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഭാരതത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതം സുഖസമ്പൂർണ്ണ സമൃദ്ധമാക്കാൻ ഭാരതത്തിലെല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഭാരതത്തിൽ നിന്ന് ഈ വിഭവങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഭാരതത്തിൽ അർഹതയുള്ളൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കണം. എങ്ങനെയാണ് അവർക്ക് ഭാരതത്തിൽ അർഹതയുള്ളൊരു സ്ഥാനം നേടിയെടുക്കുക? ഭാരതത്തിലുള്ളവർ പുറത്തുനിന്ന് നേരത്തെ വന്നവരാണെന്നും ഞങ്ങൾ ഭാരതത്തിലേക്ക് പിന്നീട് വന്നവരാണെന്നും ഭാരതീയരെ പഠിപ്പിച്ചാൽ കാര്യം എളുപ്പമാണ്. എന്താ എളുപ്പമാവാൻ കാരണം? നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ്. നമുക്ക് ഈ നാടിലുള്ള സർവ്വതിനോടുമുള്ള അവകാശം തുല്യമാണ്. എന്താ കാരണം? നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്നവരാണ്. അങ്ങനെ പുറത്തുനിന്ന് വന്നവരാണ് എന്ന തിയറി ഉണ്ടാക്കാൻ ഭാരതത്തിലെ വൈസ്രോയിമാർ അതിപ്രഗത്ഭരായ മാക്സ് മുള്ളർ ഉൾപ്പെടെയുള്ളവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ വേദത്തിൽ കൃണ്വന്തോ വിശ്വമാര്യം എന്നൊരു വാക്കുണ്ട്. ഈ ലോകത്തെ ശ്രേഷ്ഠന്മാരാക്കി, ശ്രേഷ്ഠന്മാരുള്ളവരായ ലോകമാക്കി തീർക്കാം. ഈ ആര്യൻ എന്ന പദത്തിന് ശ്രേഷ്ഠ